dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും ഇൻറ്റിമേറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട, അതായത് ഷേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഹെയർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഡെലിവറി ടൈമിൽ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്തിട്ട് പോകണോ, അതായത് ഹെയർ റിമൂവ് ചെയ്തിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഡെലിവറി ടൈമിൽ മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം, അതായത് PV ചെയ്യുമ്പോഴൊക്കെ ഹെയർ റിമൂവ് ചെയ്തിട്ടാണോ പോകണത്, അതോ അവിടെ ചെല്ലുമ്പോൾ അവർ ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2025 ജൂണിലാണ്. മേ ബി നിങ്ങളിത് കാണുന്നത് ചിലപ്പം നെക്സ്റ്റ് ഇയറിലോ അതിനപ്പുറത്തുള്ള ഇയറിലോ ഒക്കെ ആയിരിക്കും. എപ്പോഴാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോഴായിരിക്കും ഇതേ പറ്റിയിട്ട് സെർച്ച് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ഇതിപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പം ഇതിപ്പം നമുക്കൊരു 4th മന്ത് വരെയൊക്കെ നമുക്ക് അധികം വയറൊന്നും ഉണ്ടാവില്ല, നോർമൽ ഒരു വയറ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോർമലി നമ്മളെ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയാണോ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഷേവ് ചെയ്യാം. ഷേവ് ചെയ്യുന്നവർ മാത്രമല്ല, ചിലർ ഹെയർ റിമൂവൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേട്ടെ, നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അവിടെ ഒരിക്കലും ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യാറില്ല. പിന്നെ അതേ കണക്ക് വാക്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഷുഗർ വാക്സ് ഉണ്ട്, അതുപോലെ ബീച്ച് വാക്സ് ഉണ്ട്, പിന്നെ മറ്റേ സ്ട്രിപ്സ് ഉണ്ട്, വാക്സ് സ്ട്രിപ്സ് മേടിക്കാൻ കിട്ടും. അതൊക്കെ വെച്ചിട്ട് വാക്സ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് ഭയങ്കര പെയിൻഫുൾ അല്ലേ, എന്നെ കൊണ്ടിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ എൻ്റെ ബോഡിയിൽ പ്രൈവറ്റ് പാർട്സിലും ആൻഡ്രാംസിലുമാണ് വാക്സ് ഹെയർ റിമൂവ് ചെയ്യാറുള്ളത്. എൻ്റെ കാലിലെ പോലും ഞാൻ അങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാറില്ല. കയ്യിലൊക്കെ അതേ കണക്ക് ഭയങ്കര വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. സോ ഞാൻ അങ്ങനെ അങ്ങ് വിടാറാണ് പതിവ്. എങ്ങനെ ഈ വേദന സഹിച്ച് വാക്സ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ അൺഡ്രാംസിലൊക്കെ വാക്സ് ചെയ്തിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നോ ആ വേദന. അപ്പോൾ പിന്നെ നമ്മൾ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. അവിടേക്ക് എങ്ങനെയാണ് വാക്സ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ പുറത്തൊക്കെ ദുബായിലൊക്കെ ഉള്ള പാർലറിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറയാറുണ്ട്, ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരൊക്കെ വന്നിട്ട് പോലും, ഒരു 60 വയസ്സുള്ള അമ്മമാരൊക്കെ വന്നിട്ട് പോലും വാക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഭയങ്കര പേടിയാണ്. കാര്യം അവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഒന്നാമത് ഏജ്ഡ് ആയവരുടെ സ്കിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട തന്നെ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം അവിടെയൊക്കെ വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് പേടി, അവർക്കൊരു പ്രശ്നമില്ലാതെ അവർ കിടക്കുന്നതെന്ന്. എനിക്ക് പറ്റത്തില്ല. അപ്പം വാക്സ് ചെയ്യുന്നവർക്ക് വാക്സ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഈ വാക്സ് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്ന് പറയാം. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ ഭയങ്കര കുറച്ചും കൂടെ പെയിൻ, നമുക്ക് നോർമലി ഉള്ള പെയിനൊക്കെ കുറച്ചും കൂടെ പെയിൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ വാക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഈ കെമിക്കൽ വാക്സുകളുണ്ടല്ലോ, അതായത് സ്ട്രിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാത്ത തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. എല്ലാവരും വാക്സ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നോർമലി എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതലും ബ്ലേഡ്സ്, ലൈക്ക് നമ്മുടെ ഷേവിങ് സെറ്റുകൾ, നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഷേവിങ് സെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രിമ്മറൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാനങ്ങനെ ഡ്രിമ്മർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷേവിങ് സെറ്റ് തന്നെയാണ്, ലേഡീസിൻ്റെ ഷേവിങ് സെറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് യൂസ് ചെയ്യാറുള്ളത്. ചിലപ്പം ഈ അലോവേര ജെല്ലൊക്കെ ഉള്ള ഷേവിങ് സെറ്റൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് ടൈപ്പിലുള്ള ഷേവിങ് സെറ്റുകൾ മേടിക്കാൻ കിട്ടും. നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ നോർമൽ ഷേവിങ് സെറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ചെയ്തതിന് ശേഷമല്ല, വാഷ് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫോം ഉണ്ടല്ലോ, ആ ഒരു പതയോട് കൂടിയിട്ടാണ് ഞാൻ ഷേവ് ചെയ്യാറുള്ളത്. അത് ഞാൻ പ്രഗ്നൻസിക്ക് മുന്നേയും പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നിടത്ത് പോയിട്ട് ഷേവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇത് കണക്ക് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റിമേറ്റ് ഏരിയ വാഷോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഷേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഹെയർസൊക്കെ റിമൂവ് ആയി വരും. അപ്പം
നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പ്രഗ്നൻസി ടൈമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അതായത് വെള്ളം മാത്രം വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഷേവ് ചെയ്യുന്നതിനേക്കായി കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാനുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതൊരു ടിപ്പാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് 4 മാസം വരെ നമുക്ക് വലിയ വയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോർമലി ഷേവ് ചെയ്യുന്ന കണക്ക് ഷേവ് ചെയ്യാൻ പറ്റും. ഒരു 5-6 ആകുമ്പോഴത്തേന് ചെറിയ വയറൊക്കെ ആയി തുടങ്ങും. അപ്പോഴത്തേന് നമുക്ക് ഞാൻ നിന്നുകൊണ്ടിട്ടായിരുന്നു ഞാൻ ഷേവ് ചെയ്യുന്നത്. കറക്റ്റ് ഏരിയ പിടിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കണക്കായിരിക്കും. വലിയ വയറുണ്ടാവില്ല 5-6 മാസങ്ങളിൽ. ഒരു 7, 8, 9 ആ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേന് നല്ല വയറാവും. നമുക്ക് താഴത്തേക്ക് നോക്കി ഇരുന്നിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്ക് വലിയ നാണക്കേടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിനെ കൊണ്ടിട്ടോ, അതായത് പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടിട്ടോ, അതല്ല നിങ്ങളുടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മേനെ കൊണ്ടിട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് കംഫർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ക്ലീൻ ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഒന്നുമല്ല. ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞു തരത്തൊന്നുമില്ല നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് വൃത്തിയായി വെക്കുക അല്ലെങ്കിൽ നീറ്റാക്കി വെക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മൾ നീറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ആ ടൈമിലൊക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർസിലൊക്കെ ഇത് പിടിച്ചിട്ട് ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാം. സോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ തലേ ദിവസം വരെ ഞാൻ ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മാസവും ഞാൻ ക്ലീൻ ചെയ്യണം. മാസത്തിൽ 2 വട്ടമാണ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതിപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചിലർ ഗ്രോത്ത് ആവുന്ന ഉടനെ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. ചിലർ കുറച്ച് വളർന്നതിന് ശേഷമാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ഇതിപ്പം ഞാൻ ഓപ്പണായിട്ട് പറയുമ്പോൾ ഈ ഓപ്പണായിട്ട് പറയുന്നല്ലോ ഇങ്ങനെയൊക്കെയെന്ന് പറയേണ്ട കാര്യമുണ്ടോ നെറ്റ് ചൊളിക്കുന്നവരുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോറി, കഷായം കുടിച്ചതിൻ്റെ ആണ് കേട്ടോ. ഓർണമെൻറ്റ്സ് ഒന്നും ഇടാണ്ടിരിക്കുന്ന കാര്യം എനിക്ക് നമ്മുടെ ഡെലിവറി കെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്യുന്നോണ്ടിട്ട് ഡെയിലി ഊരി വെക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ഊരി വെച്ചു. ഇനിയിപ്പോൾ 14 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് വീട്ടിൽ തന്നെയല്ലോ, വേറെ എങ്ങും പോണില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഭയങ്കര ഒഴിഞ്ഞു കിടക്കുന്ന കണക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് മുന്നേക്ക് ഭയങ്കര ആർഭാടമാണ്, ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. ഇതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞുകൊണ്ടതിന് ടോപ്പിക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ആ ഏരിയയിൽ നിങ്ങൾക്ക് ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്യുമോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോഡി ലോഷനോ എന്തെങ്കിലും മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാര്യം പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഈ ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, എനിക്ക് അങ്ങനെയുണ്ട്. എനിക്ക് നമ്മുടെ ഷേവിങ് സെറ്റ് യൂസ് ചെയ്തതിന് ശേഷം ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. അതൊരു 2 ദിവസം നിൽക്കും. അതിനുശേഷം ചിലപ്പോൾ ചെറിയ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുകൊണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. സോ ഉള്ളിലേക്കല്ല, പുറത്തെ ഭാഗത്ത് മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പിമ്പിൾസ് വരുന്നത്, ആ ഒരു സംഭവം വരാതിരിക്കാനായിട്ട് എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ ബോഡി ടൈപ്പിന് എനിക്കത് ഓക്കെ ആയിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ, എപ്പോഴും അല്ല, ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എപ്പോഴും വൈപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ ലൈക്ക് ഡ്രൈ ആക്കി വെക്കുക. നമ്മൾ വെള്ളം നനവോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നനവോടെ നമ്മൾ പാൻറ്റീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരാൻ, കുരുപ്പുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വരാൻ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉറപ്പായിട്ടും ഇൻറ്റിമേറ്റ് ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. നമ്മുടെ തുടയിടുക്കുകളിൽ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നീറ്റാക്കി വെക്കാറുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഹെയർ റിമൂവ് ഒക്കെ ചെയ്യാറുണ്ട്. എങ്കിൽ കൂടിയിട്ടും എനിക്ക് ഇതുപോലെ ചൊറിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാനൊരു ഓയിൽമെൻറ്റ് മേടിച്ച് യൂസ് ചെയ്തു. ഓയിൽമെൻറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആർക്കെങ്കിലും ഓയിൽമെൻറ്റിൻ്റെ പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ പിൻ ചെയ്യാനൊക്കെ ഞാൻ പറയും, പക്ഷെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ടിട്ടാണ്. ഞാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, അല്ലാത്ത ടൈമിൽ പോലും ഇച്ചിനെസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ടൈമിൽ പ്രൈവറ്റ് പാർട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽമെൻറ്റിൻ്റെ നെയിം ചോദിച്ചാൽ മതി. അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ തരാം കേട്ടോ.
എൻ്റെ കയ്യിലുണ്ട് ആ ഓയിൻമെൻറ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട്. കാര്യം എപ്പോഴാണ് അത് ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിലർക്ക് ഈ പാഡ് നമുക്ക് എന്താ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഞാൻ നമ്മുടെ മെറ്റേണിറ്റി പാഡാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സൈഡിൽ ചെറിയ പിമ്പിൾസ് പോലെയൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. സോ അന്നേരം ഞാൻ ആ ക്രീമാണ് യൂസ് ചെയ്തത്. അതിനുശേഷം വന്നിട്ടില്ല. അപ്പം നമ്മൾ എത്ര ക്ലീൻ ആയിട്ട് വെച്ചാലും ചിലപ്പോൾ ഈ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് പ്രഗ്നൻസി ടൈമിലുണ്ട്. അത് ഈ ഹോർമോൺ ചേഞ്ചസിൻ്റെയാണ്. അതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ തരും. പിന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് മരുന്ന് മേടിക്കണം കേട്ടോ. എന്നോടൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും, ഭയങ്കര വൈറ്റ് ഡിസ്ചാർജ് ആണ്, ഇത്ര മാസമായെന്ന് വെച്ചാൽ കമൻറ്റ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. അപ്പം ഉള്ളിൽ വെക്കാനായിട്ട് മരുന്ന് വരും. അപ്പം പ്രഗ്നൻസി ടൈമിലുള്ള ഹെയർ റിമൂവലിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ ക്ലീനാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അലർജിയോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ക്ലീനാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ടൈമിലും നമ്മൾ ഈ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമല്ലോ, ഈ ചെക്കപ്പിനും കാര്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഇത് കണക്ക് പ്രൈവറ്റ് പാർട്ട് ക്ലീനാക്കി വെക്കണോ, സ്കാനിങ്ങിന് പോകുമ്പോൾ പ്രൈവറ്റ് പാർട്ട് ക്ലീനാക്കി വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ഫസ്റ്റ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മുടെ ക്യാമറ വെച്ചിട്ടുള്ള ആ ഒരു സ്കാനിങ് ആയിരുന്നു. അതിനെന്താ അൾട്രാസ്കോപ്പിയോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്, കറക്റ്റ് വേർഡ് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അറിയാത്ത കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. സോ ആ ഒരു സ്കാനിങ് ഉള്ളിലേക്ക് ക്യാമറ നമുക്ക് ഒരു കുഴൽ പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് കടത്തിയിട്ടുള്ള സ്കാനിങ് ആയിരുന്നു. ആദ്യത്തെ സ്കാനിങ് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ ആഴ്ചയിൽ, അത് ഉപാസന ഹോസ്പിറ്റലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്തിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഡോക്ടേഴ്സ് വഴക്കുറയത്തൊന്നുമില്ല. പിന്നെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ സ്കാനിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ഇത് കണക്ക് പ്രൈവറ്റ് പാർട്ട് ക്ലീൻ ചെയ്തിട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ക്ലീൻ ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലത്. എപ്പോഴും ക്ലീനാക്കി വെക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഈ ഡോക്ടറിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകുമ്പോഴൊന്നും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. മാസത്തിൽ ഒരു 2 വട്ടമെങ്കിലും ക്ലീൻ ചെയ്യണം എന്നാണ് എനിക്കൊരു അഭിപ്രായം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യം എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ടൈമിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 9ാം മാസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നല്ല വയറുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് പോയി സ്ട്രെയിൻ ചെയ്ത് അതെടുക്കുക ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഡെലിവറിക്ക് പോകുമ്പം എല്ലാ ഹോസ്പിറ്റലും, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും അവിടെ അവർ ക്ലീൻ ചെയ്യും. നമ്മുടെ പ്രൈവറ്റ് ഏരിയയും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗവും ബാക്ക് സൈഡിലും മുതുവിൻ്റെ ഭാഗവും ക്ലീൻ ചെയ്യും. അതെന്തിനാണ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് ടൈമിൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. മേ ബി വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനാവാം, ഹെയർ വലിയാണ്ടിരിക്കാനാവാം, എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഞാൻ വേദന വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അന്നേരം പോലും എനിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറി ടൈമിൽ അഡ്മിറ്റ് ആയതിൻ്റെ അന്ന്, പിറ്റേ ദിവസമായിരുന്നു എനിക്ക് ഡെലിവറി, അഡ്മിറ്റ് ആയതിൻ്റെ അന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു നേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങളെ ക്ലീൻ ചെയ്തോളും. നിങ്ങൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നം ഒന്നുമില്ല. അഥവാ ക്ലീൻ ചെയ്തിട്ട് പോയാലും നിങ്ങളെ അവർ ക്ലീൻ ചെയ്യും, ഉറപ്പാണ്. ഞാൻ അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേ ദിവസവും ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. അന്ന് എനിക്ക് അമ്മ നാട്ടിലില്ല, ഹസ്ബൻഡ് നാട്ടിലില്ല. സോ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ചെയ്തത് നമ്മൾ ഡക്ക് വാക്ക് ഇരിക്കുമല്ലോ, ലൈക്ക് നമ്മൾ കുത്തിയിരിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ ഇരുന്നിട്ട്, അതായത് ഞാനിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ പോയി നിങ്ങളുടെ വയറും വെച്ചുകൊണ്ട് കുത്തിയിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ അത്യാവശ്യം ജോലികൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. സോ എനിക്കിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കിരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോയി കുത്തിയിരിക്കുകയൊന്നും ചെയ്യരുത് ഉള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ കുത്തിയിരുന്നിട്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് വയറിരിക്കുന്നുണ്ടിട്ട് കൈ താഴത്തേക്ക് അധികം നമുക്ക് പ്രഷർ കൊടുത്തിട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞ കണക്ക് അവിടെ ചെല്ലുമ്പോൾ ക്ലീൻ ചെയ്യും. കാര്യം നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും താഴെ നമുക്ക് മുകളിൽ മാത്രമല്ല താഴത്തെ ഭാഗത്തും അവർ ക്ലീൻ ചെയ്യും. ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് അവർ പ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മളെ കയറ്റുന്നത്. സോ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ട് പോയാലും
അവിടെ ഷേവ് ചെയ്തിരിക്കും. പിന്നെ ഏതോ ഒരു കമൻറ്റിൽ ആരോട് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയി. അതുകൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ നോക്കി, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടിട്ട് ക്ലീൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതിപ്പോൾ ആരെങ്കിലും കൊണ്ടിട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടിട്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. നമ്മൾ ചെയ്തിട്ട് പോയാലും ക്ലീൻ ചെയ്യിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ പ്രൈവറ്റ് ഏരിയ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ, പക്ഷേ ഇവിടെ വയറിൻ്റെ പോർഷൻ ക്ലീൻ ചെയ്യും കേട്ടോ. മൊത്തമായിട്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും. കാലൊന്നുമല്ല, നമ്മുടെ ആ പ്രൈവറ്റ് പാർട്ടും വയറും, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ മുതുകിൻ്റെ ഇടുപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയും ക്ലീൻ ചെയ്യും. അതായത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യ തരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഞാൻ എന്തിനാ ചേച്ചിയോട് ചോദിച്ചു, ഈ നോർമൽ ഡെലിവറി ആയിരിക്കത്തില്ല എന്ന് ഞാൻ ചോദിച്ചു. അത് സംഭവം നോർമൽ ആയിരിക്കാം, ചിലപ്പോൾ സി സെക്ഷൻ ആയിരിക്കാം, പറയാൻ പറ്റത്തില്ലല്ലോ. അന്നേരം പിന്നെ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സിസ്റ്റേഴ്സിനായിരിക്കും വഴക്ക് കേൾക്കുന്നത്. സോ അതുകൊണ്ടിട്ട് ആ ഒരു ടൈമിൽ തന്നെ അവർ ബാക്കിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഫസ്റ്റ് ഡെലിവറി ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം എനിക്ക് ബേബിയുടെ ഹെഡ് അത്യാവശ്യം പുറത്തേക്ക് വരാനായിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ക്ലീൻ ചെയ്യുന്നത്. സോ എനിക്ക് ബാക്കിലോ വയറിലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സി സെക്ഷൻ എന്തായാലും ഉണ്ടാവില്ല എന്നറിയാലോ, അതുകൊണ്ടിട്ടായിരിക്കും എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചി എൻ്റെ നാത്തൂൻ പറഞ്ഞ് എനിക്കൊരു ഇതുണ്ട്, നമുക്ക് വയറിൽ അവർക്ക് സി സെക്ഷൻ ആണെങ്കിൽ കൂടിയിട്ട് വയറിൽ മാത്രമല്ല താഴത്തെ ഭാഗത്തും ക്ലീൻ ചെയ്യും കേട്ടോ. നമുക്ക് ഭയങ്കര നാണക്കേടൊക്കെ തോന്നും, അയ്യേ ഒരാളുടെ മുമ്പിൽ പോയി കിടക്കണമല്ലോ നോക്കി ഓർത്തിട്ട്. ഒരു നാണക്കേട് വിചാരിക്കേണ്ട, ഇതൊരു നോർമൽ കാര്യമാണ്. എല്ലാ ലേഡീസും അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രസവിക്കാൻ പോകുന്ന എല്ലാ ലേഡീസിനും ഉണ്ടാവാനുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതോർത്ത് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. അത് ആരെങ്കിലും കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്ക്, പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് എപ്പോഴും ഹൈജീനായിട്ട് വെച്ചേക്കാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കണക്ക് ചൂടുവെള്ളത്തിൽ കഴുകിയും നനവില്ലാത്ത പാൻറ്റീസൊക്കെ യൂസ് ചെയ്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ ഇതാണ് കാര്യം. എനിക്ക് തലേദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ക്ലീൻ ചെയ്തിട്ട് പോയാലും അവിടെ ചെയ്യിക്കുമോ എന്നുള്ളത്. ക്ലീൻ ചെയ്തിട്ട് പോയാലും മിക്ക ഹോസ്പിറ്റലുകളിലും ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫ്രണ്ട് പോർഷൻ മാത്രമല്ല ബാക്ക് പോർഷനും അവർ ക്ലീൻ ചെയ്യും. അതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടിട്ടായിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി യൂസ്ഫുൾ ആവാം, ഇല്ലാതിരിക്കാം. എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനാണെങ്കിൽ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.